അപ്പോൾ ഇതൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് കൊണ്ട് കാണിച്ചാൽ അതും ഇഷ്ടപ്പെടുമായിരിക്കുമല്ലോ. തന്നെ ഉണ്ടാവും. അങ്ങനെ ഫൈനലി ഞങ്ങളിവിടെ എത്തി. ഓ, ഈ കിരുമിണി എല്ലാം കൂടെ ഉൾപ്പെടെ കണ്ടോ, കാട്ട് വഴിക്കടെ പോകുന്നത്. പക്ഷെ ഞങ്ങൾ ഇത് ഇറങ്ങുന്നതിന് മുമ്പേ പ്രതീക്ഷിച്ചു മിക്കവാറും ഇങ്ങനെയുള്ളൊരു സ്ഥലമായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നി. ദേഹത്ത് വീണോ വെള്ളം? അപ്പം സ്ഥലം അത്യാവശ്യം കുറച്ച് ഒറ്റപ്പെട്ട സ്ഥലം പോലെ തന്നെയാണ്. പക്ഷേ വണ്ടിയും കാര്യങ്ങളും ബൈക്കൊക്കെ ഇങ്ങ് വരെ വരും. കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് വലിയ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ 2-3 ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ വരുമോ. സിംഗിളായിട്ട് വരുന്നതിനെ പറ്റി എനിക്കും വലിയ, അല്ലെങ്കിൽ കപ്പിൾ മാത്രമായിട്ട് വരുന്നതിനെ പറ്റി എനിക്കും വലിയ ഐഡിയ ഇല്ല. അത്യാവശ്യം പക്ഷേ ഇതിനടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാർ വരുന്നതാണ്, വന്ന് കണ്ടിട്ട് പോകുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. മേളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി. എന്തായാലും സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, ശരിക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഇപ്പം മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും വെള്ളം കണ്ടേനെ. പക്ഷെ മഴയുള്ള സമയത്ത് എല്ലാവരും മാക്സിമം കെയർ ചെയ്ത് ഇറങ്ങാനായിട്ട് നോക്കുക. പക്ഷേ സംഭവം തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വെള്ളമുണ്ട്. തീരെ വെള്ളക്കുറവെന്ന് പറയാനായിട്ടില്ല, അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം ആൾക്കാരും പേരും ഒക്കെ ഉണ്ട്. ഫാമിലിയായിട്ടൊക്കെ ആൾക്കാർ വരുന്നതാണ്. അപ്പം ആ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞു. കുറച്ചുകൂടെ നേരത്തെ വരാൻ പറ്റിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേനെ. ഭയങ്കര വെള്ളമായിട്ടില്ല കേട്ടോ, ചെറിയ രീതിയിലൊക്കെ ഒന്ന് കുളിക്കാം. വലിയ രീതിയിൽ നീന്താനായിട്ട് അങ്ങനെയൊന്നുമില്ല. ഓയ് വെള്ളത്തിൽ പോയി, വെള്ളത്തിൽ തല ഇല്ലില്ല. കുടിച്ചാലും പ്രശ്നമൊന്നുമില്ല, നല്ല വെള്ളം കേട്ടോ, കുടിച്ചു. ആരെല്ലാം പറഞ്ഞു ചാടി അങ്ങ് ഇറങ്ങാൻ വെള്ളം കണ്ടപ്പോഴേ. ഓ, അങ്ങോട്ടങ്ങ് പോവാ കേട്ടോ, ഭയങ്കര പ്രശ്നമാണ്. എടി വേണക്കാളി, കേറിയോ? മീൻ കേറിയോ? പിടിച്ചോ? അയ്യോ, എന്താ വേണം, വൈകുന്നേരം കറി വെക്കാനായി. ചാടി ചാടി ചാടി. പിടി പിടി, എടി നീ പിടിച്ചോടി, അത് കയ്യിൽ നിന്ന് പോവും, അത് കയ്യിൽ നിന്ന് അവളെ കൊണ്ട് പിടിപ്പിച്ചാൽ മതി. പിടിച്ചോ പിടിച്ചോ, പിടിക്ക് പിടിക്ക് പിടിക്ക്, എടി പിടി, എനിക്ക് പിടിച്ചോ, അവനെ പിടിച്ചോ, ഇവിടെ പിടിച്ചോ പിടിച്ചോ. നീ ഇന്ന് പിടിച്ചാടാ, നീ ഇറങ്ങുന്നുണ്ടേ കളിക്കാൻ. അപ്പം മഴ പെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് ഈ വെള്ളം വന്നേനെ. അപ്പം നിങ്ങൾ ഈ കാണുന്ന കറക്റ്റ് ബ്ലാപ്ല വെള്ളച്ചാട്ടമാണെങ്കിൽ തന്നെ ഇതതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയാം. പ്രോപ്പറായിട്ടുള്ളത് ഇതിന് താഴെയായിട്ട് ഇറങ്ങി ചെല്ലണം.
നമുക്ക് എന്തായാലും അവിടെയായിട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റിയില്ല. കാരണം അതുവഴിയുള്ള പോകുന്ന വഴികളും കാര്യങ്ങളും കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഫാമിലിയായിട്ട് വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് നിന്നില്ല. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇവിടെ ഉള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. നമ്മളെന്തായാലും നല്ലൊരു പുതിയ വീഡിയോസായിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.